വിമാനത്തിലുണ്ടായിരുന്ന 242 പേരുടെയും മരണം സ്ഥിരീകരിച്ചിരിക്കുകയാണ്. എല്ലാവരും മരിച്ചിരിക്കുന്നു എന്ന വിവരം വരികയാണ്. 242 പേരാണ് ഉണ്ടായിരുന്നത്. 230 യാത്രക്കാർ, 2 പൈലറ്റ്, 10 ക്രൂ മെമ്പേഴ്സ് എന്നിങ്ങനെയായിരുന്നു വിമാനത്തിലെ യാത്രക്കാരുടെയും വിമാനത്തിലുണ്ടായിരുന്നവരുടെ വിവരം. അതിൽ 169 പേർ ഇന്ത്യക്കാരായിരുന്നു, 53 പേർ ബ്രിട്ടീഷ് പൗരന്മാരായിരുന്നു, പോർച്ചുഗീസ് പൗരന്മാരായ 7 പേരുണ്ടായിരുന്നു, ഒരു കനേഡിയൻ പൗരനും ഉണ്ടായിരുന്നു. ഇപ്പോൾ 242 യാത്രക്കാരും മരിച്ചിരിക്കുന്നു. അവർ ഒരുമിച്ച് യാത്ര പുറപ്പെട്ടതാണ്. അവരുടെ മനസ്സിൽ പല വിധത്തിലുള്ള പ്രതീക്ഷകൾ, ആശകളൊക്കെ ഉണ്ടായിരുന്നിരിക്കും. പല കുടുംബങ്ങളിലെ മനുഷ്യരായിരുന്നിരിക്കും. പക്ഷേ അവരെല്ലാം ഒറ്റയ്ക്ക് യാത്രയായിരിക്കുന്നു, ഒരുമിച്ച് യാത്രയായിരിക്കുന്നു. ആ വിമാനത്തിലെ ആരും അവശേഷിക്കുന്നില്ല എന്ന ഏറ്റവും നൊമ്പരപ്പെടുത്തുന്ന, ഏറ്റവും ഹൃദയഭേദകമായ വാർത്തയാണ് ഇപ്പോൾ സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നത്. വിമാന ദുരന്തത്തിൽ ആ വിമാനത്തിലെ മുഴുവൻ ആളുകളും കൊല്ലപ്പെട്ടിരിക്കുന്നു. രാജ്യം കണ്ട ഏറ്റവും വലിയ ദുരന്തങ്ങളിൽ ഒന്നായി അഹമ്മദാബാദിലെ ഈ വിമാന ദുരന്തം മാറുകയാണ്. കിരൺ ബാബു തുടരുന്നുണ്ട്. കിരൺ, പ്രതീക്ഷിച്ചിരുന്നു ഇങ്ങനെ ഒരു ദുരന്ത വാർത്ത സ്ഥിരീകരിക്കേണ്ടി വരുമെന്ന്? ഒരു മലയാളി ഉൾപ്പെടെ ആ വിമാനത്തിലുണ്ടായിരുന്ന 242 പേരും കൊല്ലപ്പെട്ടിരിക്കുന്നു എന്ന സ്ഥിരീകരണം വരുന്നു. വിജയ് രൂപാണിയുടെ കാര്യത്തിലും അപ്പോൾ അദ്ദേഹത്തിന്റെ മരണവും ഔദ്യോഗികമായി തന്നെ സ്ഥിരീകരിക്കപ്പെട്ടോ? ഏകദേശം ഗുജറാത്ത് പോലീസിൻ്റെ സ്ഥിരീകരണമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഇനി ഗുജറാത്ത് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നൊക്കെയുള്ള മുൻ മുഖ്യമന്ത്രിയാണ് അങ്ങനെയുള്ള സ്ഥിരീകരണം കൂടി, എല്ലാവരും കൊല്ലപ്പെട്ടു എന്നുള്ള ഒരു സ്ഥിരീകരണമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അത് 242 പേരാണ് ഉണ്ടായിരുന്നത്. എല്ലാവരും കൊല്ലപ്പെട്ടു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അദ്ദേഹത്തിൻ്റെ പേരുകൂടി ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാണിയും അതിൽ യാത്രകനായിരുന്നു. നേരത്തെ അവസാനം വന്ന ഔദ്യോഗിക റിപ്പോർട്ട് അനുസരിച്ച് അദ്ദേഹത്തിൻ്റെ നില അതീവ ഗുരുതരമായി, അദ്ദേഹം ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഇപ്പോൾ എല്ലാവരും കൊല്ലപ്പെട്ടു എന്നുള്ള റിപ്പോർട്ട് ഗുജറാത്ത് പോലീസ് എന്തായാലും പുറത്തുവിട്ടിട്ടുണ്ട്. നേരത്തെ തന്നെ അത്തരം റിപ്പോർട്ടുകൾ നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഒരു നേരത്തെ ആശുപത്രിയിൽ നിന്ന് ലഭ്യമായ വിവരങ്ങളെല്ലാം അത്തരത്തിലായിരുന്നു. അവിടുത്തെ പ്രാദേശിക മാധ്യമങ്ങളും അവിടെയുള്ള ആളുകളും എല്ലാം റിപ്പോർട്ട് ചെയ്തിരുന്നത് അത്തരത്തിലായിരുന്നു. കാരണം അപകടത്തിൻ്റെ വലിപ്പം അത്രത്തോളം വലുതായിരുന്നു. എല്ലാവരും ഇപ്പോൾ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന പലരും അവിടുത്തെ ഉണ്ടായിരുന്ന വിദ്യാർത്ഥികളാണ്. ഇവിടെ ആ മെസ് ഹാളിലുണ്ടായിരുന്ന വിദ്യാർത്ഥികളാണ് പരിക്കേറ്റ് കഴിയുന്നതും ചികിത്സയിൽ കഴിയുന്ന ആളുകളും ഭൂരിപക്ഷം പേരും. അവർക്കാണ് നിസ്സാര പരിക്കുകളും ഗുരുതരമായ പരിക്കുകളും ഒക്കെയുള്ള പലരും. പക്ഷേ ആ വിമാനയാത്രികർ എല്ലാവരും തന്നെ പൂർണ്ണമായും ഈ വിമാനം താഴെ വീണ് വിമാനം പൂർണ്ണമായും തകർന്നു. അങ്ങനെ മരണമടഞ്ഞവർ മാത്രമല്ല, എന്നിട്ടും മരണമടയാതെ ഉണ്ടായിരുന്ന ആളുകൾക്ക് പോലും ജീവൻ അപകടത്തിൽപ്പെടുത്തുന്നതായിരുന്നു ഈ തീപിടുത്തം. അത്രത്തോളം വലിയ തീപിടുത്തമായിരുന്നു. ഒരു വലിയ തീഗോളമായി തന്നെ വിമാനം മാറുകയായിരുന്നു. ഒരു ഫർണസ് പോലെ വിമാനം ഏറെ നേരം പ്രവർത്തിക്കുകയായിരുന്നു. അതിനുശേഷമാണ് തീ അണച്ച് വന്നപ്പോഴേക്കൊക്കെ അത്ര നേരം തീയിൽ ഒരു മനുഷ്യനോ അല്ലെങ്കിൽ മറ്റൊരു ജീവജാലത്തിന് നിൽക്കാൻ കഴിയില്ല. അത്രത്തോളം വലിയ ചൂടിൽ കത്തിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയായിരുന്നു. അവിടെ നിന്നാണ് വിമാനത്തിലുണ്ടായിരുന്നവരെല്ലാവരും തന്നെ, ചിലരെങ്കിലും തെറിച്ചു വീണ ഭാഗത്തും തീ പിടിക്കാതിരുന്ന ഭാഗത്തുമൊക്കെ തെറിച്ചു വീണ ആളുകളുമൊക്കെ ആയിരുന്നു. പക്ഷേ ആരുടെയും ജീവൻ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള ഔദ്യോഗികമായ സ്ഥിരീകരണം വരുന്നു. വിജയ് രൂപാണിയുടെ മരണം, ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാണിയുടെ മരണവും കൂടി ഔദ്യോഗികമായി ഇപ്പോൾ സ്ഥിരീകരിക്കുന്നുണ്ട്. ഒരു മലയാളി, രഞ്ജിത ആർ നായർ, ഒരു മലയാളി നഴ്സായിരുന്നു. അവർ UK ജോലി കിട്ടി അവിടേക്ക് പോകുന്ന ആദ്യ യാത്രയായിരുന്നു. ആ യാത്രയിൽ തന്നെയാണ് അപകടത്തിൽപ്പെട്ടത്. പത്തനംതിട്ട കോഴഞ്ചേരി പുല്ലാട് സ്വദേശിനിയാണ് ഇവർ. അവരും മരണമടഞ്ഞവർ ഉൾപ്പെടുന്നു. എന്തായാലും ഈ ലോകത്തെ തന്നെ ഏറ്റവും കൂടുതൽ പേരുടെ മരണം അടയുന്ന വിമാനാപകടങ്ങളുടെ കൂട്ടത്തിലേക്ക്, വലിയ ദുരന്തങ്ങളുടെ പട്ടികയിലേക്ക് കൂടി ഈ അഹമ്മദാബാദിലെ ദുരന്തം മാറുകയാണ്. ബോയിങ്ങിൻ്റെ 787 ശ്രേണിയിൽപ്പെട്ട വിമാനമാണ്. കഴിഞ്ഞ 14 വർഷമായി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലെ എയർലൈൻസുകൾ വിശ്വസ്തയോടുകൂടി ഉപയോഗിക്കുന്ന വിമാനമാണ്. ഇതുവരെയും ഇത്തരത്തിലേക്ക് ഒരു ദുരന്തത്തിൽ പെട്ടിട്ടില്ലാത്ത വിമാനമാണ് ഡ്രീം ലൈനറിൽ അത്തരത്തിൽ എല്ലാവിധ സൗകര്യങ്ങളുമുള്ള വിമാനം കൂടിയാണ്. ബോയിങ്ങിൻ്റെ ആ വിമാനമാണ് എയർ ഇന്ത്യ ഉപയോഗിച്ചിരുന്നത്. ആ വിമാനമാണിപ്പോൾ തകർന്ന് വീണിരിക്കുന്നത്. എന്തായാലും അത് എന്തുകൊണ്ടാണ് അപകടം ഉണ്ടായത് എന്ന പരിശോധനകളൊക്കെ ഇനിയും എന്തായാലും കൂടുതൽ വേണ്ടിവരും. ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ലോകത്തെ വിവിധ ഏവിയേഷൻ വിദഗ്ധരുടെ ഭാഗത്തു നിന്നൊക്കെയുള്ള അന്വേഷണങ്ങളൊക്കെ ഉണ്ടാകും. കാരണം ബോയിങ് കമ്പനി ഇന്ത്യയിൽ മാത്രം പ്രവർത്തിക്കുന്ന ഒരു കമ്പനി, ലോകത്തിൻ്റെ പ്രധാനപ്പെട്ട രാജ്യങ്ങളെല്ലാം തന്നെ ബോയിങ് കമ്പനിയുടെ വിമാനങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് യന്ത്ര തകരാറാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തകരാറാണോ, ഇനി ഇപ്പോഴത്തെ നിഗമനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പക്ഷി ഇടിച്ചത് കൊണ്ട് മാത്രമാണോ ഈ തകരാറുണ്ടായത്, എങ്ങനെയാണ്
പക്ഷി ഇടിച്ചാലും സാധാരണഗതിയിൽ ഒരു പ്രൊപ്പല്ലറിന് കുഴപ്പമുണ്ടായാലും വിമാനത്തിൻ്റെ പ്രവർത്തനത്തിൽ തടസ്സമുണ്ടാകുമെങ്കിലും അത് ഈ തരത്തിലേക്ക് പെട്ടെന്ന് തകർന്നു വീഴുന്നൊരവസ്ഥയിലേക്ക് എത്തില്ല എന്നതും ചൂണ്ടിക്കാണിക്കുന്നു. 2 പ്രൊപ്പല്ലറും ഒരേ സമയത്ത് തന്നെ പൂർണ്ണമായും തകർന്നു പോകുന്നൊരവസ്ഥ. അപ്പോൾ ഒന്നിലേറെ പക്ഷികൾ ഈ പ്രൊപ്പല്ലറിനുള്ളിലൂടെ അകത്ത് കടക്കുകയും ആ ആഘാതത്തിൽ പ്രൊപ്പല്ലർ തകരാറിലാവുകയും പ്രൊപ്പല്ലർ പൊട്ടുകയോ തകരാറിലാവുകയും ഒക്കെ ചെയ്യാം. ഇത് ഫാൻ കറങ്ങുന്നതാണ്. അത് തകരാറിലായി കഴിഞ്ഞാൽ സ്വാഭാവികമായും അത് വിമാനത്തിൻ്റെ യന്ത്രത്തിൻ്റെ പ്രവർത്തനം പൂർണ്ണമായി നിൽക്കുന്ന യന്ത്രത്തിലേക്കുള്ള പവർ പിന്നീട് കിട്ടില്ല. പവർ കിട്ടാതിരുന്നാൽ സ്വാഭാവികമായും വിമാനം താഴെ വീഴാനുള്ള അവസ്ഥ. അങ്ങനെ ഒരു അപകടത്തിൻ്റെ സ്വഭാവം പരിശോധിച്ചുകൊണ്ട് ചൂണ്ടിക്കാണിക്കുന്നത് അങ്ങനെ ആവണം ഈ അപകടം ഉണ്ടായതെന്നാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഇനി കൂടുതൽ പരിശോധനകൾ പിന്നീട് ഉണ്ടാവേണ്ടതാണ്. എന്തായാലും കൃത്യമായ അന്വേഷണം ഇക്കാര്യത്തിൽ വേണം എന്ന ആവശ്യം വിവിധയിടങ്ങളിൽ നിന്ന് ഉന്നയിക്കപ്പെടുന്നുണ്ട്. ഗവൺമെന്റ് പ്രോപ്പർ ഇൻവെസ്റ്റിഗേഷൻ നടത്തുമെന്ന പ്രതീക്ഷ മെഹബൂബ മുഫ്തി മുന്നോട്ട് വെച്ചു. അതേപോലെ കോൺഗ്രസും അത്തരമൊരു ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. മാത്രവുമല്ല ഇമ്മീഡിയറ്റ് ഹെൽപ്പ് എല്ലാ ഫാമിലീസിനും ഉറപ്പാക്കണമെന്നൊരു ആവശ്യം കൂടി പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖർഗെ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇതിനോടകം ഇതുവരെ സഹായം ഒന്നും തന്നെ പ്രഖ്യാപിക്കപ്പെട്ടിട്ടില്ല. നമുക്കറിയാം അപകടം നടന്ന മണിക്കൂറുകൾ മാത്രമാണ് പിന്നിട്ടിട്ടുള്ളത്. ഇപ്പോഴാണ് മരണം സ്ഥിരീകരിക്കപ്പെടുന്നത്. ആ വിമാനത്തിലെ ആരെയും തന്നെ രക്ഷിക്കാനായിട്ടില്ല. മുഴുവൻ ആളുകളും കൊല്ലപ്പെട്ടിരിക്കുന്നു എന്ന വിവരം ഇപ്പോഴാണ് പുറത്തു വന്നിരിക്കുന്നത്. അപ്പോഴും ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഹെൽപ്പ് കുടുംബാംഗങ്ങൾക്കുൾപ്പെടെ നൽകണമെന്ന ആവശ്യങ്ങൾ ഉന്നയിക്കുന്നു. കൃത്യമായ അന്വേഷണം എന്താണ് ഈ അപകടത്തിലേക്ക് നയിച്ചത്? ഒരു വിമാനം ടേക്ക് ഓഫ് ചെയ്ത് മിനിറ്റുകൾക്കുള്ളിൽ ഇത്ര വലിയ അപകടത്തിലേക്ക് നയിച്ച കാരണങ്ങൾ എന്താണ് എന്നതിൽ അന്വേഷണം വേണമെന്നൊരു ആവശ്യം ശക്തമായി ഉയരുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരമനുസരിച്ച് സർദാർ വല്ലഭായ് പട്ടേൽ ഇന്റർനാഷണൽ എയർപോർട്ടിൽ ഭാഗികമായി സർവീസുകൾ പുനരാരംഭിച്ചിട്ടുണ്ട് എന്ന വിവരം വരുന്നുണ്ട്. ലിമിറ്റഡ് ഓപ്പറേഷൻ ആണ് അവിടെ നടക്കുന്നത്. അപ്പോൾ പോലും വിമാനത്താവളത്തിന്റെ പ്രവർത്തനങ്ങൾ പുനരാരംഭിച്ചിട്ടുണ്ട് എന്ന വിവരം കൂടി അവിടെ നിന്ന് വരികയാണ്. 3 ടീം NDRF ആണ് അവിടെ. NDRFിൻ്റെ 3 സംഘമാണ് അവിടെ രക്ഷാദൗത്യത്തിൽ ഏർപ്പെട്ടിരുന്നത്. രക്ഷാദൗത്യം എന്തായാലും ഇപ്പോൾ അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. അവിടെ ആരെയും ജീവനോടെ പുറത്തെടുക്കാനായില്ല. അപ്പോൾ പോലും വലിയ രീതിയിൽ തീ പടർന്നു പിടിച്ചുള്ള അപകടങ്ങൾ ഒഴിവാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത് സാധ്യമായത് ഈ വിമാനം തകർന്ന് വീണത് ഒരു കോമ്പൗണ്ടിനുള്ളിലേക്കാണ്. അത് ഹോസ്റ്റൽ കെട്ടിടത്തിൻ്റെ കോമ്പൗണ്ട് ആയിരുന്നു. അവിടെ ആയതിനാലാണ് ഈ ദുരന്തത്തിൻ്റെ ആഘാതം ഇത്രയെങ്കിലുമായി കുറഞ്ഞത്. ഒരു പക്ഷേ അല്പം മാറി ജനവാസ മേഖലയിലോ മറ്റോ ആണ് ഈ വിമാനം ഈ നിലയിൽ തീ പിടിച്ച് നിലം പതിക്കുന്നതെങ്കിൽ അതിൻ്റെ ആഘാതം ഇതിൻ്റെ ഇരട്ടിയിലധികമായി പോയേനെ എന്ന കാര്യം കൂടി ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. ഇതൊരു കോമ്പൗണ്ടിൻ്റെ ഭാഗത്താണ്. ആ കെട്ടിടങ്ങൾക്ക് പാടെ തീ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ പോലും അവിടെ ആളുകൾ കുറവായിരുന്നതിനാൽ വലിയ അപകടം ഒഴിവായിരിക്കുന്നു എന്ന വിവരം കൂടിയുണ്ട്. പക്ഷേ വിമാനത്തിലെ ഒരാളെപ്പോലും രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല. അതിനു മുമ്പ് തന്നെ അത് ചാരമായി മാറിയിരിക്കുന്നു. ആ വിമാനം പല ഭാഗങ്ങളായി ഛിന്ന ഭിന്നമായി നിലം പതിച്ചിരിക്കുകയായിരുന്നു. ആളുകൾ പൂർണ്ണമായും കത്തിക്കരിഞ്ഞ മൃതദേഹങ്ങളാണ് അവിടെ നിന്നും വീണ്ടെടുക്കാനായിട്ടുള്ളത്. രക്ഷാദൗത്യത്തിൻ്റെ കൂടുതൽ ദൃശ്യങ്ങൾ പുറത്തു വരുമ്പോൾ എത്രമാത്രം ഭീതിതമാണ് അവിടെ ഉണ്ടായ ആ ദുരന്തം എന്നത് നമുക്ക് വ്യക്തമാകും. പലരുടെയും മൃതദേഹങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്ത വിധം കത്തിക്കരിഞ്ഞ നിലയിലാണ് പുറത്തെടുക്കാൻ കഴിഞ്ഞത്. രക്ഷാദൗത്യം ഇപ്പോൾ ഏതാണ്ട് അവസാന ഘട്ടത്തിലായിരിക്കുന്നു. മുഴുവൻ പേരും മരണപ്പെട്ടതായി സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നു. 242 പേരുടെ മരണത്തിനിടയാക്കിയ രാജ്യത്തെ തന്നെ നടുക്കിയ രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ വിമാന ദുരന്തങ്ങളിൽ ഒന്നാണ് ഇപ്പോൾ അഹമ്മദാബാദിൽ സംഭവിച്ചിരിക്കുന്നത്. ഇന്ത്യൻ സമയം 1:39 ടേക്ക് ഓഫ് ചെയ്ത സർദാർ വല്ലഭായ് പട്ടേൽ വിമാനത്താവളത്തിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്ത വിമാനമാണ് മിനിറ്റുകൾക്കുള്ളിൽ ഒരു തീഗോളമായി മാറിയത്. അതിലുണ്ടായിരുന്ന 232 യാത്രക്കാർ, 2 പൈലറ്റുമാർ